മുല്ലവള്ളിയും തേന്മാവും പാർട്ട് 4. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ വായനക്കാരിലേക്ക് വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് ലൈക്ക് ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. നന്ദ ചുറ്റുമൊന്ന് നോക്കി. ഒടുക്കം അവളുടെ നോട്ടം ആ ക്ലോക്കിലേക്കും നീണ്ടു. സമയം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നന്ദ ആ റൂമിൻ്റെ പുറത്തേക്ക് ഒന്ന് നോക്കി. ആ വാതിൽ പാതി ചാരിയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം. നന്ദ കണക്കുകൂട്ടി. ഡേവിഡിനോട് ഇന്നുടനീളം തന്നെ തൻ്റെ പാട്ടിന് വിട്ടേക്കാൻ പറഞ്ഞ് കെഞ്ചുകയായിരുന്നു നന്ദ. പക്ഷേ അവൻ തന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഒന്നല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം, അതുമല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കാം എന്നൊക്കെ അവൻ പറയുന്നേ. നന്ദക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലേ മുട്ടിടിക്കും. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ ഒടുക്കത്തെ ധൈര്യമാണ് കേട്ടോ. നന്ദ ആ വാതിലിൽ ശബ്ദമുണ്ടാക്കാതെ പതിയെ തുറന്നു. വന്നിട്ട് ആ മുറിക്കകത്ത് നിന്ന് ഇപ്പോഴാണ് നന്ദ പുറത്തിറങ്ങുന്നത് തന്നെ. ആ വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ നന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു വീട്. നന്ദ പതിയെ നടന്ന് ആ ഹാളിലേക്കൊന്നെത്തി. അവിടെ ഇട്ടിരിക്കുന്ന ആ നീളൻ സോഫയിൽ ഒരുത്തൻ കിടപ്പുണ്ട്. അതെ, ഡേവിഡ്. നന്ദ അവനെ കണ്ട വഴിക്ക് ഒന്ന് പതറിപ്പോയി. പേടിക്കാതിരിക്കുമ്പോൾ പിന്നെ ആ പാതി ഇരുട്ടിൽ അങ്ങനെ ഒരു രൂപം കണ്ടാൽ ആരായാലും പേടിക്കും. നന്ദ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. പണ്ടത്തെ ഡേവിഡിൽ നിന്നും അവൻ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് തോന്നി നന്ദക്ക്. ഇപ്പോൾ ഒരു സാത്താൻ്റെ മുഖമാണ് അവന്. അന്നൊക്കെ പുണ്യാളൻ്റെ മുഖമായിരുന്നു. നന്ദ ആ വലിയ വാതിലിൻ്റെ കുറ്റി നീക്കി നേരെ പുറത്തേക്ക് കടന്നു. ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ നന്ദ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. പുറത്തേക്ക് ഇറങ്ങിയ നന്ദയുടെ കാലുകൾക്ക് വേഗത കൂടി. ചാടിച്ചാവാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് മാത്രം അവളുടെ കണ്ണുകൾ പരതിക്കൊണ്ടിരുന്നു. ഒരു കായലോ പുഴയോ ഒന്നും നന്ദക്ക് കണ്ടു കിട്ടിയില്ല. നന്ദ ചുറ്റും നോക്കി. ആ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ടിപ്പർ ലോറി അവളുടെ കണ്ണിൽപ്പെട്ടു. രാത്രി ആയതുകൊണ്ട് തിരക്കൊഴിഞ്ഞ റോഡിലൂടെ അത് വേഗത്തിലാണ് വരുന്നത്. നന്ദ ഒന്നും നോക്കാതെ അതിൻ്റെ മുന്നിലേക്ക് അങ്ങ് എടുത്തു ചാടി. ആ ഒരു നിമിഷം, മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ആ നിമിഷം അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് അഭിമന്യുവിനെ ആയിരുന്നു. നാളെ തൻ്റെ ജീവനറ്റ ശരീരം കാണുമ്പോൾ അവന് ചെറുതായെങ്കിലും സങ്കടം വരുമായിരിക്കും. അവൻ്റെ കണ്ണ് തന്നെ ഓർത്ത് നിറയുമായിരിക്കും. ആദ്യമായി അവൻ തന്നെ ഓർത്ത് സങ്കടപ്പെടുമായിരിക്കും. ഒന്നുമില്ലെങ്കിലും ഒരു വർഷം നിഴൽ പോലെ ആ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഞാൻ. ആ ഒരു പരിഗണനയെങ്കിലും അവൻ്റെ ഉള്ളിൽ തന്നോട് തോന്നുമായിരിക്കും. നന്ദ കണക്കുകൂട്ടി. മരിച്ചിട്ടെങ്കിലും തന്നോട് അഭിമന്യു ഇത്തിരി സ്നേഹം കാണിച്ചാൽ മതിയായിരുന്നു എന്നൊരു പൊട്ടബുദ്ധിയായിരുന്നു അന്നേരം നന്ദക്കുള്ളിൽ. പക്ഷെ നന്ദയുടെ വിചാരങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ലോറി അവളുടെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ലോറിയുടെ ടയർ നിരങ്ങി നീങ്ങിയ ശബ്ദത്തിലാണ് നന്ദ കണ്ണുകൾ വലിച്ചു തുറന്നത്. അതിലിരുന്നിരുന്ന ഡ്രൈവറും കൂട്ടാളിയും പൊടുന്നനെ അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവരെ അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ തന്നെ നന്ദക്ക് ഭയം തോന്നി. ചാടി ചാവാൻ ഇറങ്ങിയതാണോടി? കേട്ടാൽ അറക്കുന്ന ഒരു തെറിയോടെ ആ ലോറി ഡ്രൈവർ ചോദിക്കവേ നന്ദ വിറങ്ങലിച്ചു പോയി. ഏയ് ആശാനെ, എന്താ ഇത്? അതിന് വെറുതെ ചീത്ത വിളിക്കാതെ ഒന്ന് സമാധാനത്തിലെല്ലാം ചോദിക്കാശാനെ. കൂടെയുള്ളവൻ മുന്നോട്ട് കയറി നിന്നു. അവൻ നന്ദയെ അടിമുടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഹത്ത് പുഴുവരിക്കും പോലെ തോന്നി നന്ദക്ക്. ചേച്ചി ശരിക്കും ചാവാ ഇറങ്ങിയതാണോ? അവൻ്റെ സ്വരം ശാന്തമായിരുന്നുവെങ്കിലും അതിൽ അപകടം പതിയിരിക്കുന്ന പോലെ നന്ദക്ക് തോന്നി. ആണോ? സ്വകാര്യം പോലെ അവൻ ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നന്ദ അറിയാതെ തലയാട്ടിപ്പോയി. ഇത്രയും സുന്ദരിയായ ചേച്ചി എന്തിനാ തനിയെ ചാവുന്നേ? ഞാൻ കൊന്നു തരട്ടെ? സ്നേഹിച്ച് ഞാൻ കൊന്നു തരട്ടെ? അവൻ്റെ സ്വരം കേൾക്കെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ച പോലെ നന്ദ പിടഞ്ഞുപോയി. തിരിഞ്ഞു ഓടാൻ നിന്നവളുടെ കയ്യിൽ അവൻ മുറുകെ പിടിച്ചു. ആ ചേച്ചി പോവല്ലേ ചേച്ചി, ഇങ്ങ് വാ. ചാവാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ചേച്ചി ഞാൻ ഇത്തിരി സ്നേഹിക്കട്ടെ ചേച്ചി, പ്ലീസ്. അവൻ വികൃതമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിട് പ്ലീസ്, എന്നെ വിട്. നന്ദ അവൻ്റെ കൈക്കിടയിൽ നിന്നും തൻ്റെ കൈ വിടുവിക്കാൻ ഒന്ന് കുതറി. പക്ഷേ അവൻ്റെ കൈക്ക് മുറുക്കം കൂടിക്കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നടു റോഡിൽ നിന്ന് ബഹളം വെച്ച് ആളെ കൂട്ടാതെ അതിനെടുത്ത് ആ വണ്ടിയിലോട്ട് ഇട് സുബേറെ.
ആ ഡ്രൈവർ പറഞ്ഞ പാടെ സുബൈർ നന്ദയെ എടുത്ത് തോളിലേക്ക് ഇട്ടിരുന്നു. നന്ദ പേടിയോടെ അലറി. പറ്റുന്നിടത്തോളം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഏയ് അടങ്ങിക്കിടക്ക് ചേച്ചി, ഇപ്പോൾ തന്നെ എനർജി കളയാതെ, അവൻ വഷളൻ ചിരിയോടെ പറഞ്ഞു. രാജേട്ടാ, നിങ്ങൾ വണ്ടിയെടുക്ക്, ലോറിയിലേക്ക് അവളെ കിടത്തിക്കൊണ്ട് സുബൈർ പറഞ്ഞു. രാജൻ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. രാജൻ ലോറി മുന്നോട്ടെടുക്കാൻ ആഞ്ഞതും ആകാശത്തിൻ്റെ ഒരു കോണിൽ മിന്നൽ പിണറുകൾ മിന്നി. തൊട്ടു പിന്നാലെ കാതടപ്പിക്കുന്ന ഇടിമുഴക്കം. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം കനത്ത മഴയിൽ മുങ്ങി. ഒപ്പം നന്ദിയുടെ കരച്ചിലും. ചീറിപ്പാഞ്ഞു വന്ന മഴത്തുള്ളികൾ ലോറിയുടെ ഗ്ലാസ്സിൽ ആഞ്ഞു പതിച്ചു. പെട്ടെന്നാണ് ആ കാഴ്ച രാജൻ കണ്ടത്. എതിരെ കനത്ത മഴയെ കീറിമുറിച്ചുകൊണ്ട് രണ്ട് തീഗോളങ്ങൾ പോലെ ഒരു ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു വന്നു. മഴയുടെ ഇരമ്പലിനിടയിലും ജീപ്പിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം വ്യക്തമായിരുന്നു. ഡേവിഡ്. മഴയിൽ കുതിർന്ന അവൻ്റെ മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. ആളിപ്പടരുന്ന കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി അവൻ താഴേക്കിറങ്ങി. നന്ദ കുറച്ചു നേരത്തെ ഓർത്ത പോലെ അവൻ്റെ മുഖത്ത് ആ പഴയ പുണ്യാളൻ ചിരിയുടെ നിഴൽ പോലുമില്ല. താടിയും മുടിയും വളർന്ന് അവൻ്റെ മുഖത്ത് വന്യമായൊരു ഭാവം പടർന്നിരുന്നു. ചുണ്ടിൽ എരിഞ്ഞടങ്ങുന്ന ഒരു സിഗരറ്റ്. ആരാടെ ഇത്? രാജൻ സുബൈറിനെ നോക്കി. അന്നേരമാണ് നന്ദയും മുന്നിലേക്ക് നോക്കിയത്. ഡേവിഡ്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. സുബൈറും രാജനും പതിയെ തിരിഞ്ഞ് നന്ദയെ ഒന്ന് നോക്കി. ഡേവിഡ് പതുക്കെ അവർക്ക് നേരെ നടന്നെടുത്തു. അവൻ്റെ ഓരോ ചുവടിലും ഒരു വേട്ടക്കാരൻ്റെ ഭാവം നിഴലിക്കുന്നുണ്ടായിരുന്നു. ലോറിയുടെ ബോണറ്റിൽ അവൻ ഇടതുകൈ അമർത്തി. മഴവെള്ളം അവൻ്റെ മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ തല ഉയർത്തി നന്ദയെ ഒന്ന് നോക്കി. നന്ദ ഭയത്തോടെ അവനെയും. ഇറങ്ങി വാ, അവൻ നന്ദയെ നോക്കി പറഞ്ഞു. നന്ദ വേഗത്തിൽ ഇറങ്ങാൻ പുറപ്പെട്ടെങ്കിലും സുബൈർ അവളെ പിടിച്ചു വെച്ചു. പകരം ഇറങ്ങിയത് രാജനാണ്. അവൾ അവിടെ ഇരിക്കട്ടെ മോനെ, ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ. രാജൻ പുച്ഛത്തോടെ ഡേവിഡിനെ നോക്കി. പറഞ്ഞ നീയൊക്കെ എൻ്റെ പ്രശ്നം പരിഹരിച്ച് തരുമടാ നാറികളെ. ഡേവിഡിൻ്റെ ശബ്ദം മഴയുടെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിൽ അവിടെ മുഴങ്ങി. രാജൻ ഒരു ഇരുമ്പ് തണ്ട് ലോറിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുത്തു. ഡേവിഡ് തൻ്റെ ചുണ്ടിലെ സിഗരറ്റ് കുറ്റി വിരലുകൾ കൊണ്ട് തെറിപ്പിച്ചു കളഞ്ഞു. രാജൻ ആ ഇരുമ്പ് വടി ഓങ്ങിയതും ഡേവിഡ് മിന്നൽ വേഗത്തിൽ വഴുതി മാറി. അടുത്ത നിമിഷം ഡേവിഡിൻ്റെ വലത്തേക്കാൽ രാജൻ്റെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. റോഡിലെ വെള്ളക്കെട്ടിലേക്ക് തെറിച്ചു വീണ രാജൻ്റെ മേലേക്ക് ഡേവിഡ് ഒരു പുലിയെപ്പോലെ ചാടി വീണു. മിന്നൽ വെളിച്ചത്തിൽ ഡേവിഡിൻ്റെ മുഖം ഒരു സാത്താനെ പോലെ ഭീകരമായി തോന്നി നന്ദക്ക്. രാജൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ മുഖം ബോണറ്റിൽ ആഞ്ഞടിച്ചു ഡേവിഡ്. രാജൻ്റെ ചോര മഴവെള്ളത്തോടൊപ്പം റോഡിലൂടെ ഒഴുകി. ആ കാഴ്ചയിൽ സുബൈർ നടുങ്ങിപ്പോയി. പെണ്ണുങ്ങളുടെ അടുത്ത് വലിയ തൻ്റെ ഇടമൊക്കെ കാണിക്കുമെങ്കിലും സുബൈറിന് ഇതേപോലെ ചുണയുള്ള ആണുങ്ങൾ നേർക്ക് നേർ വന്നാൽ മുട്ടിടിക്കും. ഭയന്നുപോയ സുബൈർ ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ഡേവിഡ് അവനെ വിട്ടില്ല. ഡേവിഡും പിറകെ ഓടി. സുബൈറിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഡേവിഡ് അവനെ വലിച്ചു നിലത്തിട്ടു. ആ ഇരിക്കുന്നോൾ ആരാന്നറിയുമോ? എൻ്റെ പെണ്ണ, ഈ ഡേവിഡിൻ്റെ പ്രാണൻ, ഡേവിഡ് ഗർജിച്ചു. പക്ഷേ ലോറിക്കുള്ളിലായിരുന്ന നന്ദ അത് കേട്ടില്ല. സുബൈറിൻ്റെ കൈ പിടിച്ച് തിരിച്ച് റോഡിലെ മെറ്റലിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് ഡേവിഡ് ഒരൊറ്റ തിരിക്കൽ. ഇഡ്ലി പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം സുബൈറിൻ്റെ നിലവിളി മഴയിൽ അലിഞ്ഞുപോയി. അടിയും ഇടിയും കഴിഞ്ഞ് ദീർഘമായി ശ്വാസമൊന്ന് വലിച്ചുകൊണ്ട് ഡേവിഡ് നിവർന്നു നിന്നു. മഴയിൽ കുതിർന്ന അവൻ്റെ ഷർട്ട് ദേഹത്തോടെ ഒട്ടിപ്പിടിച്ചിരുന്നു. അവൻ മെല്ലെ നടന്ന് ലോറിയുടെ അരികിലെത്തി. ലോറിയുടെ വാതിലിൽ പിടിച്ച് വിറച്ചിരിക്കുന്ന നന്ദയെ അവൻ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആ കനൽ കെട്ടിട്ടില്ല ഇന്നേരവും. അവൻ അവളുടെ അരികിലേക്ക് മുഖമടുപ്പിച്ചു. പതിയെ അവളെ അതിൽ നിന്നും എടുത്തുയർത്തി കൈകളിൽ മലർത്തിപ്പിടിച്ചു. നന്ദ ഒരു കുഞ്ഞിനെ പോലെ ഒന്ന് എതിർക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ അങ്ങനെ കിടന്നുപോയി. ആ കണ്ണുകൾ മുഖത്താകമാനം ഓടി നടക്കുമ്പോഴും ഒരിക്കൽ പോലും തൻ്റെ നനഞ്ഞു കുതിർന്ന ശരീരത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നില്ല എന്ന് നന്ദ ശ്രദ്ധിച്ചു. വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നെറുകയിൽ വീണ മഴത്തുള്ളികൾ ആ വിരിഞ്ഞ നെറ്റിത്തടത്തിലൂടെ നാസികത്തുമ്പിലൂടെ അധരങ്ങളിൽ തട്ടി നന്ദയുടെ അധരങ്ങളിൽ പതിച്ചുകൊണ്ടിരുന്നു. ആ നീണ്ട മുടിയിൽ നിന്നും പതിച്ച തുള്ളികൾ നന്ദയുടെ കൺപീലിയിൽ തങ്ങി നിന്നു. ഓരോ വട്ടം കണ്ണുകൾ ഇടയുമ്പോഴും ഒരു കുഞ്ഞു മിന്നൽ അവളിൽ പാഞ്ഞുപോയി. നന്ദ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വിറങ്ങലിച്ച് കിടന്നുപോയി. അവൻ വന്നില്ലായിരുന്നുവെങ്കിൽ ആ തെരുവ് നായകൾ തന്നെ കടിച്ചു കീറിയനെ എന്ന് നന്ദക്ക് തോന്നിപ്പോയി. ചാടി ചാവാൻ പോയതാണല്ലോ, എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? സ്നേഹിച്ചു കൊല്ലാൻ വന്നവരെ കണ്ടപ്പോൾ സമാധാനമായല്ലോ. ജീപ്പിലേക്ക് അവളെ കയറ്റിയിരുത്തും മുൻപേ അവൻ പരിഹാസത്തോടെ ചോദിച്ചു. നന്ദ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ ജീപ്പിൻ്റെ ലൈറ്റുകൾ
മഴവിൽ പോലെ ആ അന്തരീക്ഷത്തിൽ തെളിഞ്ഞു നിന്നു. മരണത്തേക്കാൾ ഭീകരമായ ഒരു തടവറയിലേക്കാണ് താൻ തിരിച്ചു പോകുന്നതെന്ന് നന്ദക്ക് തോന്നിത്തുടങ്ങി. ആ യാത്രയിൽ നന്ദ ഒന്നും മിണ്ടിയില്ല. സീറ്റിൽ തളർന്നിരിക്കുന്ന അവളുടെ ഉടലാകെ കുളിർന്നു. ഡേവിഡ് സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് വളരെ ശാന്തനായി വണ്ടി ഓടിക്കുകയാണ്. നേരത്തെ കണ്ട ആ രൗദ്രഭാവം ഇപ്പോൾ അവൻ്റെ മുഖത്തില്ല. വീട്ടിലെത്തിയതും ജീപ്പ് ബ്രേക്കിട്ട് അവൻ നിർത്തി. നന്ദക്ക് അവൻ ഡോർ തുറന്നു കൊടുത്തു. നന്ദ പതിയെ പുറത്തേക്ക് ഇറങ്ങി. നന്ദ അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ ഭയവും സങ്കടവും കലർന്നിരുന്നു. അവൾ വിറക്കുന്ന കാലുകളോടെ അകത്തേക്ക് കടന്നു. ഹാളിലെ ലൈറ്റുകൾ തെളിച്ച ശേഷം ഡേവിഡ് സോഫയിലേക്ക് തന്നെ ഇരുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി നന്ദ അവൻ്റെ മുന്നിൽ തല താഴ്ത്തി നിന്നു. ഞാൻ പറഞ്ഞില്ലേ, കാലിന് പോലും നിന്നെ വേണ്ട. ഡേവിഡ് പരിഹാസത്തോടെ അവളെ ഒന്ന് നോക്കി. നന്ദ ഒന്നും മിണ്ടിയില്ല. നീ ആ വഴിക്ക് പോയതുകൊണ്ടാ. ഇവിടെ നിന്നിറങ്ങി ലെഫ്റ്റ് പിടിക്കുകയായിരുന്നെങ്കിൽ നേരെ പോയ ഒരു റെയിൽവേ പാളം ഉണ്ടായിരുന്നു. ചാവാൻ പോകുമ്പോൾ ഈ ടിപ്പറൊക്കെ മാറ്റി മിനിമം ഒരു ട്രെയിനെങ്കിലും സെലക്ട് ചെയ്യേണ്ട കൊച്ചേ. അതാവുമ്പോൾ പിന്നെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ഡേവിഡ് പറയവേ അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. നീ സത്യത്തിൽ എന്തിനാ ഈ ചാവാൻ നടക്കുന്നത്? ഡേവിഡ് ശാന്തമായി ചോദിച്ചു. ജീവിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ട്. നന്ദ അത് പറയാൻ ഒട്ടും സമയമെടുത്തില്ല. ആ ബെസ്റ്റ്. അല്ല സ്ത്രീയെ, നിനക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു ദിവ്യപ്രേമം ഉണ്ടായിരുന്നല്ലോ. എന്താ അവൻ്റെ പേര്? ആ അഭിമന്യു അല്ലേ? ഡേവിഡ് എടുത്തു ചോദിച്ചു. എന്നെ ഓർമ്മയുണ്ടെങ്കിൽ ഡേവിഡ് അഭിയെയും മറന്നു കാണില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. നന്ദ കണ്ണു ചുരുക്കി അവനെ ഒന്നുകൂടെ നോക്കി. ഡേവിഡിൻ്റെ മുഖത്ത് പരിഹാസമാണ്. അവൾ ആ പറഞ്ഞത് നേരാ. ഡേവിഡ് ഒരിക്കലും അഭിമന്യുവിനെ മറക്കില്ല. അഭി തിരിച്ചും. ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ തുടങ്ങിയതായിരുന്നു രണ്ടും കൂടെയുള്ള ശത്രുത. സ്കൂളിലും മറ്റും വെച്ച് എത്രയോ തവണ നന്ദയോ ഉൾപ്പെടെ പലരും ആ ശത്രുതയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അടി തുടങ്ങിയ പിന്നെ ഡേവിഡിന് കണ്ണുമൂക്കൊന്നുമില്ല. അഭിയെ കൊണ്ട് ചോര തുപ്പിച്ചേ അവൻ അടങ്ങും. എന്നാൽ അഭി ഒന്നും ഒതുങ്ങണ്ടേ? അതുമില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഡേവിഡിൻ്റെ തല്ല് വാങ്ങാൻ അവന് നല്ല ഉത്സാഹമായിരുന്നു. ഒടുവിൽ പ്രശ്നം സ്റ്റാഫ് റൂമിൽ എത്തുമ്പോൾ ഡേവിഡ് മാത്രം കൊള്ളരുതാത്തവനാവും. അഭി അന്നേ ടീച്ചേഴ്സിന് വലിയ കാര്യമായിരുന്നു. അല്ല അവനെ തന്നെയല്ലേ നീ വിവാഹം ചെയ്തതും? ഡേവിഡ് അത് ചോദിച്ചപ്പോൾ മാത്രം നന്ദ ഒന്ന് പതറിപ്പോയി. അവന് അതെങ്ങനെ അറിയാമെന്ന് അവൾ ചിന്തിച്ചു പോയി. ഡേവിഡും അഭിയും നന്ദയും എല്ലാം ഒരേ നാട്ടുകാരാണ്. പക്ഷെ +2 കഴിഞ്ഞതോടെ ഡേവിഡും കുടുംബവും ആ നാട്ടിൽ നിന്ന് പോയിരുന്നു. ഒരു അമ്മച്ചി മാത്രമേ ഡേവിഡിനുണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ ചെറുതിലേ മരിച്ചതായിരുന്നു. അമ്മച്ചിക്ക് എന്തൊക്കെയോ ദീനം വന്നപ്പോഴാണ് ഡേവിഡ് ആ നാട്ടിൽ നിന്ന് അവരെയും കൊണ്ട് ചികിത്സക്കെന്നും പറഞ്ഞ് പോയത്. പിന്നീട് എപ്പോഴോ ആരോ പറഞ്ഞറിഞ്ഞിരുന്നു ആ അമ്മച്ചി മരിച്ചുപോയി എന്ന്. ഇടയ്ക്കെല്ലാം നന്ദ ഡേവിഡിനെ പറ്റി ഓർക്കും. അവനിപ്പോൾ എവിടെയായിരിക്കും, ആരുടെ കൂടെയായിരിക്കും എന്നൊക്കെ. തൻ്റെ പോലെ അവനും അനാഥനായല്ലോ എന്നോർക്കെ നന്ദക്ക് സങ്കടം വന്നു പോകും. എപ്പോഴൊക്കെയോ നന്ദ ഡേവിഡിനെ കുറിച്ച് ഓർക്കാതെയായി. പിന്നീട് താനെ മറന്നു പോവുകയും ചെയ്തു. ഹലോ, നിന്നുറങ്ങുകയാണോ? ഡേവിഡ് തൊട്ടടുത്ത് നിന്ന് മുഖത്തിന് നേരെ നിന്ന് വിരൽ ഞൊടിച്ചപ്പോഴാണ് നന്ദ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ചോദിച്ചത് കേട്ടില്ലേ? അവനല്ലേ നിന്നെ കെട്ടിയത്? ഡേവിഡ് ചോദ്യം ആവർത്തിച്ചു. അതെ. നന്ദയുടെ മുഖം കുനിഞ്ഞു. എന്നാൽ നാളെ ഞാൻ നിന്നെ അവൻ്റെ അടുത്ത് കൊണ്ട് ചെന്നാക്കാം. ഡേവിഡ് അവളിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. അവളുടെ മിഴികൾ പതറുന്നത് ഡേവിഡ് കണ്ടു. വേണ്ട, നന്ദ വിക്കി. അതെന്താ വേണ്ടാത്തേ? ഡേവിഡ് പിന്നെയും ചോദിച്ചു. അത് ഞങ്ങൾ വിവാഹമോചനം ചെയ്തു. നന്ദയുടെ സ്വരം ഇടറി, കണ്ണുകൾ നിറഞ്ഞു. ഡേവിഡിന് അതിശയമൊന്നുമില്ല. അല്ലേലും 24 മണിക്കൂറും ആ നിമിഷക്ക് പിന്നാലെ നടന്നിരുന്ന അവനെയൊക്കെ വിവാഹം ചെയ്ത് നിന്നെ തല്ല ആളില്ലാഞ്ഞിട്ടാ. ഡേവിഡിൽ പുച്ഛം തന്നെ. നന്ദ അവനെ നോക്കി കണ്ണുരുട്ടി. ആ കണ്ണ് രണ്ടും വെളിയിൽ ചാടിക്കഥ. പോയി കിടന്നുറങ്ങുക വച്ചേ. 1-2 ആത്മഹത്യാശ്രമം പാളിയതല്ലേ, ക്ഷീണം കാണും. ബാക്കി എന്ത് വേണമെന്ന് നമുക്ക് നാളെ ആലോചിക്കാം. ഡേവിഡ് ആ സോഫയിലേക്ക് കയറി കിടന്നു. നന്ദ ഒന്നും മിണ്ടാതെ ആ മുറിക്കകത്തേക്ക് കടന്നു. പിന്നെ നാളെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഐഡിയ ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നാളത്തെ കൂടെ പരാജയപ്പെട്ടാൽ നമുക്കൊരു ഗിന്നസ് റെക്കോർഡിന് അപ്ലൈ ചെയ്ത് നോക്കണം. ഏറ്റവും കൂടുതൽ തവണ കാലൻ വെറുതെ വിട്ട കേസ് എന്നും പറഞ്ഞ് നമുക്കൊരു അവാർഡെങ്കിലും ഒപ്പിച്ചെടുക്കണം. ഡേവിഡ് അതങ്ങ് പറഞ്ഞു തീരവേ നന്ദ ആ മുറിയുടെ വാതിൽ കൊട്ടി അടച്ചിരുന്നു. അവളുടെ ഒടുക്കത്തെ ഒരു ദിവ്യപ്രേമം, ഒരു അഭിമന്യു. ബാക്കിയുള്ളവർ ചങ്ക് പറിച്ച് കാണിച്ചപ്പോൾ അവൾക്ക് ചെമ്പരത്തിപ്പൂവാണത്രേ. കാണിച്ചു തരാമടി നിനക്ക് ഈ ഡേവിഡ് ആരാണെന്ന്. ഡേവിഡിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുശുമ്പൻ പുറത്തു ചാടി. തുടരും സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്